കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള 4 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് നൽകണമെന്നുള്ളൊരു നിവേദനം സമർപ്പിച്ചിരുന്നു. അത് കുറേയായിട്ട് കേരളത്തിലെ സിറോ മലബാർ സഭയൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ്, അതിന്യൂനപക്ഷ പദവി നൽകണം എന്നൊക്കെയാണ് അവരുടെ ആവശ്യം. അതാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കിരൺ റിജിജുവിന് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. കിരൺ റിജിജു ഇതിനെക്കുറിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്രിസ്ത്യാനികൾക്കുൾപ്പെടെ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് നൽകുന്നതിനോട് യോജിപ്പുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇത് ശരിക്കും സത്യത്തിൽ ഹിന്ദുക്കളെ സംബന്ധിച്ച്, BJPയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇതൊരു ആത്മഹത്യാപരമായ കാര്യം തന്നെയായിരിക്കും. കാരണം ഓൾറെഡി മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ക്രിസ്ത്യാനികൾക്ക്. സ്വാഭാവികമായിട്ടും ആർട്ടിക്കിൾ 29-30 പ്രകാരം അതിനവർ അർഹരാണ്. ഭരണഘടനാ പ്രകാരമാണ് മൈനോറിറ്റി സ്റ്റാറ്റസ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനർത്ഥം ക്രിസ്ത്യാനികൾ മൈക്രോ മൈനോറിറ്റി ആണെന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ യഥാർത്ഥ ജനസംഖ്യ കണക്കുകൾ പലപ്പോഴും പുറത്തു വരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഇനിയിപ്പം അടുത്ത സെൻസസ് വരാനിരിക്കുന്നേ ഉള്ളൂ. നിലവിലിപ്പോൾ അവസാന സെൻസസ് പ്രകാരം 2.3% ഇന്ത്യയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. സത്യത്തിൽ ഇതല്ല ഇന്ത്യയിലെ യഥാർത്ഥ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 5 ഇരട്ടിയെങ്കിലും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ദളിത് വിഭാഗത്തിൽ നിന്നാണ് ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പണ്ട് മുതലേ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോഴും ആ പ്രോസസ്സ് ഉത്തരേന്ത്യയിലൊക്കെ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല വിവാദങ്ങളൊക്കെ പൊട്ടി പുറപ്പെടുന്നത്. മലയാളി പാസ്റ്റർമാർ ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിപ്പം ട്രൈബൽ ബെൽറ്റിൽ, അതായത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പിന്നെ ഒഡീഷ, മധ്യപ്രദേശ്, രാജസ്ഥാൻ്റെ ചില ഭാഗങ്ങൾ, ഗുജറാത്തിലെ ചില പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം വ്യാപകമായിട്ടുള്ള മതപരിവർത്തനം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ദളിത് പട്ടിക വിഭാഗക്കാർ, അതായത് പട്ടികവർഗ വിഭാഗക്കാർ, പട്ടികജാതി, ഈ 2 വിഭാഗത്തിൽ നിന്നാണ് കൂടുതലായിട്ട് മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഇപ്പോഴും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഔദ്യോഗികമായിട്ട് അവർക്ക് അവരുടെ മതം ക്രിസ്തുമതമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ ദളിത് സംവരണം, ഷെഡ്യൂൾ കാസ്റ്റ് റിസർവേഷൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആശങ്ക കാരണം അവർ അത് റിവീൽ ചെയ്യുന്നില്ല. സെൻസസ് ഹിന്ദുക്കളായിട്ട് തുടരുന്നു. പക്ഷേ മൈൻഡ് കൺവേർട്ട് ചെയ്ത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ട് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ദളിത് ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് സംവരണം ലഭിക്കുകയാണെങ്കിൽ അതോടുകൂടി അവർ അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അവർ സെൻസസിൽ ഉൾപ്പെടെ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടെ പറയാൻ തയ്യാറാവും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഏതാണ്ട് വലിയൊരു വിഭാഗം വരുന്ന ഒരു ക്രിസ്ത്യാനികൾ തങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ എന്നാൽ ക്രിസ്തുമത വിശ്വാസവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് 2.3% ഒന്നുമല്ല, ഒരു 10% ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ അതുകൂടാതെ തന്നെ നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളും ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, ഈ 3 സംസ്ഥാനങ്ങൾ ഏതാണ്ട് 85%-ലധികം 90%-ലധികം ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളാണ്. അതുകൂടാതെ തന്നെ മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും ഏറ്റവും വലിയ റിലീജിയനായിട്ട് ക്രിസ്ത്യാനിറ്റി മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ വ്യാപകമായി തന്നെ കൺവേർഷൻ വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് തന്നെ ഒരു പൊള്ളത്തരമാണ്. ഒരിക്കലും ക്രിസ്തുമതത്തിന് ആ ഒരു സ്റ്റാറ്റസിന് അർഹതയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് BJPയെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളായിരിക്കാം. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള BJPയുടെ വോട്ടുകളായ ഹിന്ദുക്കളെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. കാരണം ഹിന്ദുക്കളിലെ വലിയൊരു വിഭാഗം കൺവേർഷന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഉൾപ്പെടെ. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 18%-ലധികം വരും ക്രിസ്ത്യൻ പോപ്പുലേഷൻ. അപ്പോൾ ഇത്രയും വലിയൊരു വിഭാഗത്തെ എങ്ങനെയാണ് മൈക്രോ മൈനോറിറ്റി ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷൻ അനുസരിച്ച് മൈനോറിറ്റി സ്റ്റാറ്റസ് നൽകണം എന്നുള്ള ആവശ്യം വളരെ സജീവമാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 7 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. കശ്മീരിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. പഞ്ചാബിൽ ന്യൂനപക്ഷമാണ്. നോർത്ത് ഈസ്റ്റിലെ മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. പക്ഷേ അവിടെയുള്ള ഹിന്ദുക്കൾക്കൊന്നും ഈ മൈനോറിറ്റി സ്റ്റാറ്റസ് ലഭിക്കുന്നില്ല. ഇപ്പോഴും ദേശീയ തലത്തിലുള്ള പോപ്പുലേഷൻ അനുസരിച്ചാണ് മൈനോറിറ്റി സ്റ്റാറ്റസ് നൽകുന്നത്. സെൻസസ് ബേസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ അനുസരിച്ചാണ് നൽകുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരണമെന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. കാരണം യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾക്ക് പലപ്പോഴും ന്യൂനപക്ഷത്തിൻ്റെ അവകാശം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ന്യൂനപക്ഷ പരിരക്ഷ എന്ന് പറയുമ്പോൾ യഥാർത്ഥ പോപ്പുലേഷൻ അനുസരിച്ച് വേണം. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ എത്രത്തോളം ഉണ്ടാവും? പുതിയ സെൻസസ് വന്നിട്ടില്ല. ഒരു 45% ഉണ്ടായാൽ അത്ഭുതം, അത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ക്രിസ്ത്യൻ പോപ്പുലേഷൻ
പോപ്പുലേഷൻ ഇപ്പോൾ കേരളത്തിൽ 18% പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഒരു സംസ്ഥാനമല്ല, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ആന്ധ്രയിലൊക്കെ വലിയ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. കുറേ കാലമായിട്ട് കൺവേർഷൻ അവിടെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മടിക എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി പൂർണ്ണമായും ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായിട്ട് പലപ്പോഴും രേഖപ്പെടുത്തുന്നില്ല. സംവരണം എന്നുള്ള ഒരു വിഷയം കാരണം അത് നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം BJP പോലുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ പറയുന്ന UDF-ലെയും LDF-ലെയും പാർട്ടികളെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പോലെ ഒരു ന്യൂനപക്ഷ പ്രീണനവുമായി, ഓപ്പണായിട്ടുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം BJP ഇങ്ങനെയൊരു പാർട്ടിയല്ല, വ്യത്യസ്തമായൊരു പാർട്ടിയാണ്. ഒരിക്കലും ഈ പറയുന്ന മൈനോറിറ്റി അപ്പീസ്മെൻറ്റുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ എല്ലാവർക്കും നീതി ഉറപ്പാക്കണം, എല്ലാവർക്കും അവരുടെ അർഹതപ്പെട്ട അംഗീകാരങ്ങളും അവർക്ക് വേണ്ട പരിരക്ഷയൊക്കെ നൽകേണ്ടതാണ്. പക്ഷേ അതിനർത്ഥം ഈ അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം. അപ്പോൾ മറ്റു വിഭാഗക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ഹിന്ദുക്കളെ, ദളിതരുടെ അവസ്ഥ എന്താണ്? BJP എത്രത്തോളം, കേരളത്തിലെ BJP കുറിച്ചാണ് പറയുന്നത്, BJP എത്രത്തോളം ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതൽ പിന്നാക്ക ദളിത് വോട്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ BJPക്ക് കേരളത്തിലൊരു പ്രധാന ശക്തിയായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. കേരളത്തിൽ ഈ ക്രിസ്ത്യൻ പുരോഹിതരുടെ തണലിൽ വോട്ട് ലഭിക്കുമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJPക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യും. വലിയൊരു വിഭാഗം വരുന്ന ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഇമേജ്, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഭരണ മികവ്, നേട്ടങ്ങൾ, ഇതൊക്കെ മുൻനിർത്തി പല ക്രിസ്ത്യാനികളും, ക്രിസ്തുമത വിഭാഗക്കാരും, ന്യൂനപക്ഷ വിഭാഗക്കാരൊക്കെ BJPക്ക് വോട്ട് ചെയ്യും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതൊരു മതത്തിൻ്റെ ഒരു പിൻബലത്തിൽ, അതായത് ഒരു മതം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മൈനോറിറ്റി സ്റ്റാറ്റസ് എന്നുള്ള ഒരു എപ്പീസ്മെൻറ്റ് ടോക്കൺ നൽകി അവരെ വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നത്, അതും കേരളത്തിൽ, അതൊക്കെ അസാധ്യമായ കാര്യമാണ്. ആരാണ് BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അതിപ്പം നെക്സ്റ്റ് നിയമസഭാ ഇലക്ഷനിൽ തന്നെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു വിഷയം. പക്ഷേ വിഷയം ഇപ്പം തന്നെ സെൻകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വളരെ അപകടകരമായൊരു പ്രവണത തന്നെയാണ്. കാരണം അല്ലെങ്കിലേ ഹിന്ദു പോപ്പുലേഷൻ ഓരോ സെൻസസ് കഴിയുമ്പോൾ ഹിന്ദു പോപ്പുലേഷൻ പെർസെൻറ്റേജ് ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത് തന്നെയാണ് സാഹചര്യം. അപ്പം ബാക്കിയുള്ള പിന്നാക്ക ദളിത് ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടത്, അവർ ഹിന്ദു മതത്തിനൊപ്പം അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തിനൊപ്പം നിലനിർത്തേണ്ടത് BJPയുടെ ഒരു ഉത്തരവാദിത്തമാണ്. BJP എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ആശയഗതിക്ക് അനുസൃതമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇത്തരം കുറുക്ക് വഴികൾ, അതായത് ഒരു ജസ്റ്റിസ് ഒരിക്കലും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ മൈനോറിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ പാർസികളാണ്. ഏതാണ്ട് 2 ലക്ഷത്തിൽ താഴെ അവരുള്ളൂ. അവരാണ് മൈനോറിറ്റി. ജൂതർ ഏതാനും ആയിരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ പോലും ഇപ്പോൾ പണ്ടത്തെ പോലെ ജൂത പോപ്പുലേഷൻ ഇന്ത്യയിലില്ല. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി കമ്മ്യൂണിറ്റി, സിഖ് മതസ്ഥരാണെങ്കിലും ജൈന മതസ്ഥരാണെങ്കിലും ബുദ്ധ മതസ്ഥരാണെങ്കിലും ഇവരെല്ലാം 2% അല്ലെങ്കിൽ 2% അധികമുള്ള ജനവിഭാഗക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ മൈനോറിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധമത അനുയായികൾ, ഇതേപോലെ ക്രിപ്റ്റോ ലൈനിലുള്ള ഒരുപാട് ബുദ്ധമത അനുയായികൾ ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് നിയോ ബുദ്ധിസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ്, അംബേദ്കറിൻ്റെ ആ നിയോ ബുദ്ധിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻഫ്ലുവൻസിൽ മഹാരാഷ്ട്രയിലൊക്കെ ഏതാണ്ട് ഒരു 10% അടുത്ത് വരുന്ന ഒരു ജനവിഭാഗം ബുദ്ധമത അനുയായികളാണ്. അവരല്പം സംഘടിതരാണ്. അപ്പോൾ അതേ രീതിയിൽ ഉത്തർപ്രദേശിലൊക്കെ ഇവരുടെ പോപ്പുലേഷൻ ഉണ്ട്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബുദ്ധമത പോപ്പുലേഷൻ ഉണ്ട്. അതുമാത്രമല്ല മായാവതിയുടെ BSP ഒക്കെ അവരുടെ പ്രഖ്യാപിത നയം തന്നെ അവർക്ക് എന്തെങ്കിലും ഇന്ത്യയിൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ, പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അവരുടെ അനുയായികളെല്ലാം ബുദ്ധമതം സ്വീകരിക്കുക എന്നുള്ള ഒരു ഇതൊക്കെ അവർ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു സംഘടിത രൂപത്തിലേക്കൊക്കെ മാറിയിട്ട് കാലം കുറേയായി. പ്രത്യേകിച്ച് ഈ ദളിത് പ്രസ്ഥാനങ്ങളും ബുദ്ധ മത അനുയായികളും ആ രീതിയിൽ ഒരു സമീപനം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഒരു സാഹചര്യം. എപ്പോഴും എല്ലാ മേഖലയിൽ നിന്നും അറ്റാക്ക് നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ ഓരോ സെൻസസ് കഴിയുമ്പോഴും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോപ്പുലേഷൻ പെർസെൻറ്റേജ്. അപ്പോൾ ഇതാണൊരു സാഹചര്യം. അപ്പോഴാണ് ഇത്തരം ടോക്കണിസവുമായിട്ടൊക്കെ BJP മുന്നോട്ട് വരുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക.